തിരുവനന്തപുരം പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപികയ്ക്ക് വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. +1, +2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ തടയാനെത്തിയ അധ്യാപികയാണ് വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത്. മർദ്ദനത്തിൽ PTA പ്രസിഡന്റിനും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിപ്പൽ പ്രിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ കാട്ടാക്കട പോലീസ് കേസെടുത്തു. പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. നേരത്തെയും പല വിഷയങ്ങളിൽ പല കാരണങ്ങളിൽ പലതവണ സംഘർഷമുണ്ടായിരുന്നു. ഇത് വലിയ രീതിയിലേക്കുള്ള കുട്ടികൾ തമ്മിലുള്ളൊരു അക്രമത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. തുടർന്ന് പ്രിൻസിപ്പലിൻ്റെയും PTA പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ചയിലാണ് വീണ്ടും തമ്മിൽ പോരുണ്ടാകുകയും പ്രിൻസിപ്പലിനടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ചർച്ചയ്ക്കിടെ ഇരു വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. PTA പ്രസിഡന്റിന്റെയും പ്രിൻസിപ്പലിന്റെയും മുന്നിൽ വെച്ചാണ് സംഘർഷം. കസേരകളെടുത്ത് തമ്മിൽ അടിക്കുകയും ചർച്ച നടന്ന സ്ഥലത്ത് ബഹളം വെക്കുകയും ചെയ്തു. ഇത് തടയാനെത്തിയതായിരുന്നു പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ മുഖത്തും കഴുത്തിനുമാണ് മർദ്ദനമേറ്റത്. ഒപ്പം PTA പ്രസിഡന്റിനെയും വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിപ്പൽ പ്രിയയെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സംഘർഷം രൂക്ഷമായതോടെ കാട്ടാക്കട പോലീസ് സ്കൂളിലെത്തി സംഘർഷം ഒഴിവാക്കുകയും ചെയ്തു. എന്തായാലും ഈ കുട്ടികൾക്കെതിരെ, അതായത് ഈ അധ്യാപികയും അതുപോലെ തന്നെ PTA പ്രസിഡന്റിനെ അടക്കം മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി തുടർ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിവേകിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.